പാം ഹോളും നെക്കും ഒക്കെ ഇതാ 4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസും ഇത് ഫ്രണ്ട് പീസ് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കഴുത്തിൻ്റെ ഭാഗത്തിന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അടിച്ച് മറിക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്തെടുക്കുക. അത് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. പിന്നെ പുറമടിച്ചതിന് ശേഷം പിന്നെ പുറത്തടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡിൻ്റെ ഫിനിഷിങ്ങിൽ കിട്ടും. ഒന്ന് മറിച്ചെടുക്കുകയാണ്. ബാക്ക് പീസാട്ടോ മറിച്ചെടുക്കുന്നത്. കോർണറിൽ ഇതുപോലെ പത്ര വെച്ചിട്ട് നിവർത്തി കൊടുക്കാം. കോർണർ ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കൈകൊണ്ട് പതുക്കെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ പീസും മറിച്ചിട്ട് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് പുറമറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ പീസ് ഇതിനുള്ളിൽ കൂടെ കൊടുക്കുക. ഈ കസവുള്ള ഈ മെയിൻ പീസും ഈ മെയിൻ പീസും ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുക കേട്ടോ. വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇൻസൈഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. തകർത്തുമ്പോൾ ഇൻസൈഡ് ചെയ്തിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ 2 പീസുകൾ മടക്കി അത് മറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശം മറിച്ചെടുത്തതിന് ശേഷം
ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയായിട്ട് കയ്യെത്തുമ്പ് ഇങ്ങനെ കാണും, ഈ ഒരു കയ്യെത്തുമ്പ് ഇങ്ങനെ കാണും, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട ഫിനിഷിങ്ങായിട്ട് കിട്ടിയിട്ടില്ല. ഇതുപോലെ ചെയ്യാനാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു പീസും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വശം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വലിച്ചു കൊടുക്കുക. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഉൾവശമാണിത്. ഇത് ചീത്തപ്പുറം, ഇത് നല്ല പുറം. ഇനി ഇതിൻ്റെ സിപ്പൊക്കെ ഉള്ള ഈ തുമ്പുണ്ടല്ലോ, ഇവിടെ ഇതാ മാർക്ക് ചെയ്ത ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു വശം തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടാകുന്നത് 3/4 അല്ലെങ്കിൽ 1 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചോളം ഉണ്ട്. ഈ 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി. അയക്കുള്ളതാണ്, ലോങ് സ്റ്റിച്ചായിട്ട് കൊടുത്താലും മതി. സിബിൻ്റെ തുറക്കുന്ന ഭാഗമല്ലേ, ഇതിൻ്റെ ഉൾവശത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു സൈഡ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ തല ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉൾവശത്തേക്ക് ആക്കി കൊടുക്കട്ടെ ഈ തുമ്പ്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ സിബ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നടുഭാഗത്തെ സ്റ്റിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സിബ് പിടിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും കണ്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിബ് കൊണ്ട് ഊരിപ്പോരുള്ളൂ. ലോക്ക് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ചൊന്നും വേണ്ട, ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ബോർഡർ ഭാഗം ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ വെച്ചിട്ടാണ് ഈ പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാനാണ്. അതിനുള്ള മാർക്കിങ് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു സിബിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെയും സെൻറ്ററിൻ്റെ ഇവിടെ നിന്ന് ഇതിവിടെ സെൻറ്റർ, ഇത് സെൻറ്ററാണ്. ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ലൈനിലൂടെയാണ് ആ പ്ലേറ്റ്സ് അടിച്ചു കൊടുക്കുന്നത്. ഇതടിച്ചിട്ട് കാണിച്ചു തരാം. ഈ രീതിയിലാട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇവിടേക്ക് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചെടുക്കുക കേട്ടോ. 2 വശത്തും പ്ലേറ്റ്സിന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് മറിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് രണ്ട് സൈഡിലും ബാക്ക് വശവും ഫ്രണ്ട് വശത്തും ഓരോ പീസും ഇവിടെ പ്ലേറ്റ് ഇട്ടിട്ട് പിന്നെ സൈഡ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പ്ലേറ്റ് ഇട്ടിട്ട് എടുക്കട്ടെ. ലൈനിങ്ങും മെയിൻ പീസും പ്ലേറ്റ് ഇട്ട് എടുക്കണം. അപ്പോൾ അതാ ഈ ബോഡി പാർട്ടിൻ്റെ ഈ ഒരു സൈസിലേക്ക് ഇതിങ്ങനെ പ്ലേറ്റ്സ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിനുള്ള ലൈനിങ്ങും ഈ ഒരു വശത്ത് ലൈനിങ്ങും ഈ ഒരു പീസും വെച്ചിട്ട് അടിച്ചെടുക്കുക. ഈ ഒരു വശത്ത് ലൈനിങ്ങും ഈ ഒരു പീസും ഇതുവരെയും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ സൈഡിൽ ഇതും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ സൈഡ് കൂട്ടിയെടുക്കുകയാണ്. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് കൂട്ടി കൊടുക്കാം. സൈഡ് കൂട്ടി കൊടുക്കുന്നതിന് മുന്നേ ഇതിന് കെട്ടാനുള്ള വള്ളി വെച്ച് കൊടുക്കണം. വള്ളി ഇപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ചരടില്ലേ ഇത് വെച്ചിട്ടാണ് കെട്ടി കൊടുക്കാനുള്ള വള്ളി ഉണ്ടാക്കുന്നത്. വേറെ ഇതിൽ ക്ലോത്ത് ഇല്ലല്ലോ, 1 മീറ്റർ തുണിയെല്ലാം ഉണ്ടാകുന്നുള്ളൂ. ഇതിന് ബാക്കി ക്ലോത്തൊന്നുമില്ല. അപ്പോൾ അത് സൈഡ് കുട്ടുന്നതിൻ്റെ കൂടെ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രോക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. വള്ളി വെച്ചെടുത്തത് ഞാനത് ഡമ്മിയിലിട്ടിട്ട് കാണിച്ചു തരാം. വെറും 1 മീറ്റർ തുണി കൊണ്ടാട്ടത് 3 വയസ്സായ ഒരു കുട്ടിക്കുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. എൻ്റെ ഫ്രോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.